ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ KW ഓപ്പറേറ്റർ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിന് എക്സാം ജനുവരിയാണ്. സോ നമ്മൾ അതിൻ്റെ ബേസിൽ നവംബർ 21 ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി 2 ബാച്ചസ് റണ്ണിങ് ആണ്. സോ കുറച്ച് പേർക്ക് സാറ്റർഡേ നമ്മുടെ LDCയുടെ മെയിൻ എക്സാം ഉള്ളതുകൊണ്ട് കുറച്ച് പേര് പറഞ്ഞിരുന്നു. സോ അതിൻ്റെ ബേസ് നമ്മൾ നവംബർ 21 ന്യൂ ബാച്ച് 2 എക്സാമിന് ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടെലഗ്രാമിലാണ്. തിയറി റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. PDF നോട്ട്സ് ഉണ്ട്. ഓരോ ടോപ്പിക് കഴിയുമ്പോൾ PDF വൈസ് MCQ ക്വസ്റ്റ്യൻസ്, ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ എക്സാംസ്, ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സെറ്റ് 14 ആണിത്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നമ്മൾ അക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിലും ജോയിൻ ആവാം. പിന്നെ അക്കാഡമിയിലെ നോൺ ടെക്നിക്കലായിട്ടുള്ള ബാച്ച് കോഴ്സ് 60 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻ എക്സാം 17 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. 10 നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത 60 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻ എക്സാം. അതും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. 150 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ ബിവോക്കോ അസിസ്റ്റൻറ്റ് എക്സാം 4th നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ആരംഭം 3rd നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത 120 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച്. ഓക്കെ, അതുപോലെ തന്നെ 21 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത 30 ഡേയുടെ റിവിഷൻ ബാച്ച്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ബാച്ചസ് റണ്ണിങ് ആണ്. നമ്മുടെ ജേതാവ് അതുപോലെ തന്നെ 75 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ റിസർച്ച് ഓഫീസർ. ഇപ്പോൾ വിവിധ എക്സാംസുകളുടെ ബാച്ചസ് റണ്ണിങ് ആണ്. ഹൈക്കോടതി അസിസ്റ്റൻറ്റിൻ്റെ 27 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ LGSൻ്റെ ബാച്ചും റണ്ണിങ് ആണ്. അപ്പോൾ ഫ്രൈഡേ കറണ്ട് അഫയേഴ്സിന് ടെസ്റ്റ് ഉണ്ട്. 30 ക്വസ്റ്റ്യൻസ് 30 minutes. ഓക്കെ, 8 to 8:30 PM ആണ്. അപ്പോൾ അതിനും ജോയിൻ ആവാം. LDC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിനും ജോയിൻ ആവാം. പിന്നെ നവംബറിൽ ഒരു ഓഫറാണ് 12+2 കോംബോ. ബൈ 12 months അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ ഗെറ്റ് 2 months ഫ്രീ. ഓക്കെ, 12 months അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 മാസം ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ ഏത് ഗ്രൂപ്പിലാണോ നിങ്ങൾക്ക് ജോയിൻ ആൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ നമുക്ക് 10% ഓഫ് ഉണ്ട്. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫും ഉണ്ട്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡെയിലി നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ലൈവ് ക്ലാസ് സെക്ഷൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. രാവിലെ 9 മണിക്കുണ്ട്, 12 മണിക്കുണ്ട്, അതുപോലെ തന്നെ 3 മണിക്കും രാത്രിയും ക്ലാസ് വയ്ക്കുന്നുണ്ട്. സോ എല്ലാവർക്കും അതിലും ജോയിൻ ആവാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ നമ്മുടെ മൊഡ്യൂൾ 5 എത്തിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ. അതിൽ നമ്മൾ നമ്മുടെ സെൽസിനെ കുറിച്ചുള്ള ക്ലാസ്സൊക്കെ നോട്ട്സ് ഇതിൻ്റെ എല്ലാം തിയറി ക്ലാസ് നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നടത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോളാർ സെല്ലിൻ്റെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സോളാർ സെല്ല്? എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. സോളാർ സെൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, സിലിക്കൺ ആണ്. നമ്മുടെ സോളാർ പാനൽസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി മെയ്ഡ് ഫ്രം എ ഫ്യൂ കീ കോമ്പണൻസ്. എന്തൊക്കെ കൊണ്ടാണ് സോളാർ പാനൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്? സിലിക്കൺ, മെറ്റൽ, ഗ്ലാസ്, മെറ്റൽസ് ഒക്കെ കൊണ്ടാണ് സോളാർ പാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് പാനൽ എന്ന് പറയുമ്പോൾ ഇത് മെയ്ഡ് ഓഫ് മോണോ ക്രിസ്റ്റലിൻ അല്ലെങ്കിൽ പോളി ക്രിസ്റ്റലിൻ സിലിക്കൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിലിക്കൺ ഈസ് ബൈ ഫാർ ദ മോസ്റ്റ് കോമൺ മെറ്റീരിയൽ യൂസ് ഇൻ സോളാർ സെൽ. നമ്മൾ സോളാർ സെല്ല് ഉണ്ടാക്കുന്നതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് സിലിക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഇസ് ഓൾസോ ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റീരിയലാണ് എർത്ത് ആണ്. ആഫ്റ്റർ ഓക്സിജൻ കഴിഞ്ഞാൽ മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റീരിയലാണ് എർത്തും സിലിക്കൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ സോളാർ സെല്ല് സിലിക്കൺ ഉണ്ടാക്കാൻ കാരണം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോളാർ സെൽസ് ആർ മെയ്ഡ് ഫ്രം, അതും പറഞ്ഞു. സോളാർ സെൽ ആർ മെയ്ഡ് ഓഫ് എന്താണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ഈ സിലിക്ക. ഓക്കെ, ഇപ്പോൾ സോളാർ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് ആൻ ഐഡിയൽ ഒരു റിന്യൂവബിൾ എനർജിയാണ് ഡ്യൂ ടു ദ അബണ്ടൻസും അതുപോലെ ഇൻഎക്സോസ്റ്റബിലിറ്റി. സോളാർ സെല്ല് സൺലൈറ്റിനെയാണ് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? സിലിക്കൺ ആണ്. ഓക്കെ, സിലിക്കൺ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം, സിലിക്കൺ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? മൈ മെൽറ്റിംഗ് സിലിക്ക മെറ്റീരിയൽ ഏതാണ് നമുക്ക് സിലിക്കൺ കിട്ടുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ എലമെൻറ്റ് റിക്വയർഡ് ഫോർ സോളാർ എനർജി കൺവേർഷൻ ഈസ്, എലമെൻറ്റ് റിക്വയർഡ് ഫോർ സോളാർ എനർജി കൺവേർഷൻ ഏതാണ്? സോളാർ എനർജി കൺവേർഷനിൽ ഉപയോഗിക്കുന്ന എലമെൻറ്റ് ബെറീലിയം, സിലിക്കൺ, ടെൻഡാലം. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഇറ്റ് ഈസ് സിലിക്കൺ. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോളാർ സെൽ വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ്, സോളാർ സെൽ വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ്, ഏത് പ്രിൻസിപ്പിളാണ് സോളാർ സെൽ വർക്ക് ചെയ്യുന്നത്? അതും ചോദിക്കാറുണ്ട്. ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ആണ്. ഇതാണ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. സോളാർ സെൽ എന്താണ് ചെയ്യുന്നത്? സോളാർ സെൽസ് എന്ത് കൺവേർട്ട് ചെയ്യുക? നമ്മുടെ സണ്ണിൻ്റെ എനർജീനെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോളാർ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആയ സിലിക്കൺ, കാഡ്മിയം, ടെലൂറൈഡ്, അതുപോലെ കോപ്പർ, ഇന്ത്യൻ ഗാലിയം സെലനൈഡ് കൊണ്ടൊക്കെയാണ് സോളാർ സെൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ആണ്. എന്താണ്? ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ്. ഓക്കെ, ദ ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ബൈ എ മെറ്റീരിയൽ വെൻ ഇസ് എക്സ്പോസ് ടു ലൈറ്റ്. നമ്മുടെ ലൈറ്റിലോട്ട് അത് എക്സ്പോസ് ആകുമ്പോൾ ഇലക്ട്രിസിറ്റി
പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിന് നമ്മൾ ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു കോമൺ സിംഗിൾ ജംഗ്ഷൻ സിലിക്കൺ സോളാർ സെൽ എന്ന് പറയുന്നത് ക്യാൻ പ്രൊഡ്യൂസ് മാക്സിമം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഓഫ് ഏകദേശം ഒരു 0.5 to 0.6 വോൾട്ടേജ് ആണ് അതിൻ്റെ ഒരു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഒരു കോമൺ സിംഗിൾ ജംഗ്ഷൻ സിലിക്കൺ സോളാർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഓർക്കാം കേട്ടോ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ബൈപ്പാസ് ഡയോഡ് ഇൻ ദ സീരീസ് കണക്റ്റഡ് സോളാർ പാനൽസ്? ഇപ്പോൾ നമ്മൾ സീരീസ് കണക്റ്റഡ് സോളാർ പാനൽസിൽ ബൈപ്പാസ് ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്തിനാണ്? ഇറ്റ് ഈസ് മെയിൻലി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഷെയ്ഡഡ് സെൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബൈപ്പാസ് ഡയോഡ് ഇതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ മെയിൻലി എന്താണ്, ഇറ്റ് ഈസ് അലോസ് എ സീരീസ് ഓഫ് കണക്റ്റഡ് സെൽസ് ഓർ പാനൽസ് ടു കണ്ടിന്യൂ സപ്ലൈയിങ് പവർ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നതും ഒരു റെഡ്യൂസ്ഡ് വോൾട്ടേജ്. ഓക്കെ, ഈ ബൈപ്പാസ് ഡയോഡ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു റിവേഴ്സ് ബയാസിലാണ്. ചിലപ്പോൾ ചോദിക്കും എങ്ങനെയാണ് ഈസ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയാസ് ആണ് ബിറ്റ്വീൻ സോളാർ സെൽസ്. ഓക്കെ, അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോട്ടോ വോൾട്ടായിക് സെൽസ് ആർ ഡാഷ് മെറ്റീരിയൽസ്. ഫോട്ടോ വോൾട്ടായിക് സെൽസ് എല്ലാം ഏത് മെറ്റീരിയലാണ്? ആയിട്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. സോളാർ സെൽസിന് നമുക്ക് ഫോട്ടോ വോൾട്ടായിക് സെൽസ് എന്നും പറയാം. നമ്മൾ സോളാർ പാനലിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആയ സിലിക്കൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദാറ്റ് പ്രൊഡ്യൂസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വെൻ എക്സ്പോസ് ടു സൺലൈറ്റ്. ഓക്കെ, അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബൂസ്റ്റ് ചാർജ് ഈസ് ഗിവൺ ടു. ബൂസ്റ്റ് ചാർജ് അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ വരുന്നത് നമ്മുടെ സേഫ്റ്റി പ്രിക്വേഷൻസ്, ഫസ്റ്റ് എയ്ഡ്, അതുപോലെ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബാറ്ററിനെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു മൊഡ്യൂൾ ഇതിന് 5 മാർക്ക് ഷുവർ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മൊഡ്യൂളാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബൂസ്റ്റ് ചാർജ് ഈസ് ഗിവൺ ടു ഏതിനായിരിക്കും ബൂസ്റ്റ് ചാർജ്? ഡെഡ് ബാറ്ററിയിലാണോ? ബാറ്ററി ഇൻ ഡേഞ്ചർ ഓഫ് ബിക്കമിങ് ഓവർ ഡിസ്ചാർജ് ഡ്യൂറിങ് വർക്കിംഗ് ഷിഫ്റ്റ് ആണോ? ഫുള്ളി ചാർജ്ഡ് ബാറ്ററി ആണോ? അത് കംപ്ലീറ്റ്ലി ഡിസ്ചാർജ്ഡ് ബാറ്ററി ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. കംപ്ലീറ്റ്ലി ഡിസ്ചാർജ്ഡ് ബാറ്ററിയിലാണ് ബൂസ്റ്റ് ചാർജ് കൊടുക്കുന്നത്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ദി കപ്പാസിറ്റി ഓഫ് ബാറ്ററി? കപ്പാസിറ്റി ഓഫ് ബാറ്ററിയുടെ എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഈസ് ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. ആംബിയർ അവർ റേറ്റിംഗ്. എന്താണ്? ആംബിയർ അവർ റേറ്റിംഗ്. അടുത്ത നമുക്ക് നോക്കാം. കപ്പാസിറ്റി ഓഫ് ബാറ്ററി നമ്മൾ പറഞ്ഞു മെഷർ ചെയ്യുന്ന ആംബിയർ അവറിലാണ്. ആംബിയർ അവർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ഇൻ ആംബിയറും അതുപോലെ തന്നെ ടൈം ഇൻ അവേഴ്സ്. ആംബിയർ അവർ അപ്പോൾ നമുക്കറിയാമല്ലേ, കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംബിയർ, ടൈമിൻ്റെ അവർ. അപ്പം ആംബിയർ അവർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ഇൻ ആംബിയറും അതുപോലെ ടൈം ഇൻ അവേഴ്സുമാണ് നമ്മൾ ബാറ്ററിയിൽ കറണ്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഈ ആംബിയർ അവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഡിസ്ചാർജ് കറണ്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അത് ആംബിയർ അവർ കപ്പാസിറ്റി കൂടുമ്പോൾ ഡിസ്ചാർജ് കറണ്ട് കുറയും. ആ ഒരു ഇൻവേഴ്സ്ലി റിലേഷൻഷിപ്പാണ്. ദ സൈസ് ഓഫ് ദി സെൽ ഈസ് ഡിറ്റർമൈൻഡ് ജനറലി ബൈ ഇറ്റ്സ് ആംബിയർ അവർ കപ്പാസിറ്റി. ഇതും ചോദിക്കാറുണ്ട്. സെല്ലിൻ്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആംബിയർ അവർ കപ്പാസിറ്റിയാണ്. ഒരു സെല്ലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതൊന്നും പഠിച്ചോണം. ഏരിയ ഓഫ് ദി പ്ലേറ്റ് ഇൻ കോൺടാക്ട് വിത്ത് ഇലക്ട്രോലൈറ്റ് ഏരിയ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും, പിന്നെ ടൈപ്പ് ഓഫ് സെപ്പറേറ്റേഴ്സ്, പിന്നെ ജനറൽ കണ്ടീഷൻ ഓഫ് ബാറ്ററി. ഓക്കെ, പിന്നെ ഫൈനൽ ലിമിറ്റിംഗ് വോൾട്ടേജ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സിനെ ഒരു കപ്പാസിറ്റി ഓഫ് സെല്ല് ഡിപ്പെൻഡ് ചെയ്യും. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ കപ്പാസിറ്റി ഓഫ് എ ബാറ്ററി ഈസ് 4000 മില്ലി ആംബിയർ അവേഴ്സ് ഇറ്റ് ക്യാൻ സപ്ലൈ 4 ആംബിയർ കറണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി കണ്ടിട്ടുണ്ട്. നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 4000 മില്ലി ആംബിയർ ആണ് അല്ലേ കപ്പാസിറ്റി തന്നിട്ടുണ്ട്. കറണ്ട് ഡെലിവറി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആ ഒരു ടൈം, ഡ്യൂറേഷൻ ഓഫ് ടൈമാണ് കണ്ടുപിടിക്കാനുള്ളത്. എത്ര ഇറ്റ് ക്യാൻ സപ്ലൈ 4 ആംബിയർ കറണ്ട് ഫോർ എത്ര ടൈമിന് ആ ഒരു 4 ആംബിയർ കറണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ടൈമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ കപ്പാസിറ്റി ഓഫ് ബാറ്ററി എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ടേംസ് ഓഫ് ആംബിയർ അവർ. അതായത് കപ്പാസിറ്റി ഓഫ് ബാറ്ററി എന്ന് വെച്ചാൽ എന്താണ്? ആംബിയർ, കറണ്ട് ഡെലിവേർഡ് ഇൻ ടു ഡ്യൂറേഷൻ ഓഫ് ടൈം. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചെറിയ പ്രോബ്ലംസ് നോക്കി വയ്ക്കുക. കപ്പാസിറ്റി ഓഫ് ബാറ്ററി ഈക്വൽ ടു കറണ്ട് ഡെലിവേർഡ് ഇൻ ടു ഡ്യൂറേഷൻ ഓഫ് ടൈം. ഓക്കെ, മനസ്സിലായി? ഒരു ബാറ്ററി കപ്പാസിറ്റി യൂണിറ്റ് മില്ലി ആംബിയർ അവർ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മില്ലി ആംബിയർ അവറാണ്. അതിൻ്റെ മീനിങ് എന്താണ്? 1 മില്ലി ആംബിയർ ഓഫ് കറണ്ട് ഒരു ബാറ്ററി കൂടെ ഫ്ലോ ചെയ്യുകയാണ്. എത്ര സമയത്തിൽ? ഒരു 1 hour ഇറ്റ് ടേക്ക് ടു ഡിസ്ചാർജ്. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം കാണാനുള്ള ഫോർമുല എന്താണ്? ഇത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുക്കാമല്ലോ. ഇറ്റ് ഇസ് കപ്പാസിറ്റി ഓഫ് ബാറ്ററി ഡിവൈഡ് ബൈ കറണ്ട് ഡെലിവേർഡ്. കപ്പാസിറ്റി ക്വസ്റ്റൻ വന്നിട്ടുണ്ട്. 4000 മില്ലി ആംബിയർ ഡിവൈഡ് ബൈ കറണ്ട് 4 ആംബിയർ. ഇപ്പോൾ മില്ലി ആംബിയറിനെ നമ്മൾ ആംബിയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 10⁻³ കൂടെ ചെയ്യണം. ഇത് നമുക്ക് എത്ര കിട്ടും? 1 hour എന്ന് കിട്ടും. 1 hour എന്ന് വെച്ചാൽ എത്ര മിനിറ്റ്സ് ആണ്? ഇറ്റ് 60 minutes. മനസ്സിലായല്ലോ? അടുത്ത 10ാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ കറണ്ട് ഡ്രോൺ ഫ്രം 4 1.5 വോൾട്ട് സെൽസ് കണക്ട് ഇൻ സീരീസ് ഈസ് 1 ആംബിയർ. ഈച്ച് സെൽ സപ്ലൈ ഡാഷ് ആംബിയർ.
ഓക്കെ. ടോട്ടൽ കറണ്ട് ഡ്രോൺ ഫ്രം 1.5 വോൾട്ട് സെൽസ് ഉള്ള നാല് സെൽസ് എത്രയാണ്? 1.5 വോൾട്ടാണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിന് 1 ആംബിയർ ആണ് അതിൻ്റെ കറണ്ട് എന്ന് വെച്ചാൽ. അങ്ങനെയാണെങ്കിൽ ഓരോ സെൽസും എത്ര ആംബിയർ ആയിരിക്കും കറണ്ട്? കുറച്ച് നോക്കുക. സീരീസ് ആണ് അല്ലേ? സീരീസ് ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? കറണ്ട് എന്തായിരിക്കും? സീരീസ് സർക്യൂട്ടിൽ കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ എത്ര തന്നെ കിട്ടും? ആൻസർ 1 തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും പഠിക്കാം. ഇപ്പോൾ നമ്മുടെ സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വോൾട്ടേജ് ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. പാരലാണെങ്കിൽ കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകും. സീരീസിൽ എന്താണ്? കറണ്ട് സെയിം ആണ്, പാരലൽ വോൾട്ടേജ് സെയിം ആണ്. ഓക്കെ. ആ ഒരു കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൻസർ വരുമ്പോൾ എത്ര വരും? 1 ആംബിയർ വരും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. മറക്കാതെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പുതിയ ബാച്ച്, നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ, നമ്മുടെ LDC കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു നല്ലൊരു ചാൻസാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. November 21 നമ്മൾ തുടങ്ങുന്ന ബാച്ച്. ഓക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യൂ. താങ്ക്